താങ്ക് യു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നമസ്കാരം. ഈ ഒരു കാലാവസ്ഥയിലും ഇവിടെ വന്നതിനും ഞങ്ങളുടെ ഈ ഒരു സെലിബ്രേഷന്റെ ഭാഗമായതിനും ഒരുപാട് നന്ദി. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന ദൗത്യം ആദ്യം നിർവഹിക്കാൻ തോന്നുന്നു, ഉദ്ഘാടന ചടങ്ങ്. അത് കഴിഞ്ഞ് ഞാനൊന്ന് സ്റ്റോറൊന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം വിശദമായി നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം. അത് തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള പാട്ടൊക്കെ പഠിച്ചിട്ടാണ് മഹിമ വന്നിരിക്കുന്നത്. നല്ല ഡാൻസിങ് ചെയ്യും, നിർബന്ധിക്കണമെന്ന് കണ്ടു. ശരി, നമുക്ക് ഉദ്ഘാടനം നടക്കട്ടെ. അത് കഴിഞ്ഞ് സ്റ്റോർ വിസിറ്റ് കഴിഞ്ഞിട്ട് മഹിമ തിരികെ വരുന്നത് വരെ നമ്മളിവിടെ ഉണ്ട്. ഹലോ ഒന്നുകൂടെ ഇവിടെ ക്യാമറ ടോപ്പ് ആക്കി Teams Maiji, hello. Teams Maiji, thank you. Giri. Okay, ഒരു look കൂടെ. Hello, ഒരു look കൂടെ. മനെ ഫോൺ ഓർച്ചു വന്നിട്ടാ. അതുരെ ഫ്രണ്ടിലേക്ക് എല്ലാവരും ബാക്കോട്ട് ഒന്നൊന്ന് ബാക്കിലേക്ക് പോവാം, കുറച്ചും കൂടെ ബാക്കിലേക്ക് പോവാം. എല്ലാവരും കാണില്ലേ? ഇവിടെ കമോൺ സെക്കൻഡ് ക്യാമറ. ഹലോ ഹായ് 1 2 ഇവിടെ ക്യാമറ ഒന്ന് ഓടിക്കോ. ഹലോ നമസ്കാരം. ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. എനിക്ക് മനസ്സിലാവുന്നു ഇങ്ങനൊരു കാലാവസ്ഥയും അല്ലെങ്കിൽ ഇത്രയും ക്രൗഡിനിടയിൽ നിൽക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങൾ ഈ തരുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ മൈജിയുടെ ഫ്യൂച്ചർ സ്റ്റോറിന്റെ ഇനോഗ്രേഷന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മൈജി ആയിട്ടുള്ള എൻ്റെ സെക്കൻഡ് കൊലാബറേഷൻ ആണിത്. ഇതിന് മുന്നേ ഞാനൊരു ഫംഗ്ഷനും കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊന്ന് സ്റ്റോറൊക്കെ കണ്ട് വന്നതിന് ശേഷം സംസാരിക്കാം, അപ്പോൾ കുറച്ചുകൂടെ വിശദമായി സംസാരിക്കാമല്ലോ എന്ന്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഒരു വലിയ കളക്ഷനാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 ഫ്ലോറുകളിലായിട്ടാണ് പ്രോഡക്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം 1 by 1 ആയി നമുക്ക് കസ്റ്റമേഴ്സിന്
അവരവരുടെ ചോയ്സിനനുസരിച്ച് ഓരോ സെക്ഷനിലും പോയും ഇവിടെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് ഹൈലൈറ്റ് ആയി തോന്നിയ കാര്യം എന്ന് പറയുന്നത് സർവീസ് അല്ലെ, മൈജിയുടെ സർവീസ്. അതെന്താന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാൻ അകത്തും പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ബേസിക് ആയ ഒരു കൺസേൺ ആയിരിക്കും നമ്മുടെ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോൾ, ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോൾ എന്ത് സേഫ്റ്റിയാണ് കസ്റ്റമേഴ്സിന് ഉള്ളത് എന്നുള്ളത്. കാരണം നമ്മുടെ പേഴ്സണലായ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. കാരണം ഫോൺ അകത്തെടുത്ത് കൊണ്ടുപോകും അല്ലെങ്കിൽ ലാപ്ടോപ്പ് അകത്തെടുത്ത് കൊണ്ടുപോകും. പക്ഷെ ഇവിടെ ഭയങ്കര ട്രാൻസ്പെറന്റ് ആയ സർവീസസ് ആണ്. കാരണം ഫുൾ ഗ്ലാസ് വിൻഡോസും ഗ്ലാസ് ഡോറും ആണ്. ഇനി കസ്റ്റമേഴ്സിന് അകത്ത് പോയിരുന്ന് സർവീസ് കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. ഇവിടുന്ന് വാങ്ങുന്ന പ്രോഡക്ട്സിന് മാത്രമല്ല, പുറത്തുനിന്ന് കൊണ്ടുപോകുന്ന പ്രോഡക്ട്സിനും ഇവിടെ സർവീസസ് കൊടുക്കുന്നതാണ്. പിന്നെ എല്ലാ പ്രോഡക്ട്സിനും ഓഫേഴ്സും വലിയ വലിയ ക്യാഷ് ബാക്സും അല്ലെങ്കിൽ ഗിഫ്റ്റ്സും എല്ലാം ഉണ്ട്. ഇതിലുപരി ഇന്ന് ഇപ്പം ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് വേറെയും ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബോൾ ഗെയിം എന്ന് പറഞ്ഞ പല എന്താ പറയുക ഡിസ്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും ഈ ഫ്യൂച്ചർ സ്റ്റോർ വെഞ്ഞാറമൂടിൽ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും വിസിറ്റ് ചെയ്യുക. നിങ്ങളെ കാത്ത് ഒരുപാട് ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ കാത്തിരിപ്പുണ്ട്. അപ്പൊ എല്ലാവരും വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ടറി ആയ ഒരു പർച്ചേസ് തന്നെ ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഞാൻ ഇതുവരെ ഒന്നും മേടിച്ചിട്ടില്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് വിശദമായി കാണട്ടെ. അതാണ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് മേടിച്ചു. പിന്നെ നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്ത് നിന്നത് തന്നെ കാലാവസ്ഥയുടെ കാര്യമൊക്കെ പറഞ്ഞു. പണ്ട് പോലെ വെഞ്ഞാറമൂടുകാര്, വെഞ്ഞാറമൂടത്തെ ഈ നാടിന്, ഈ നാട്ടുകാർക്ക് കലാകാരന്മാരോട് വല്ലാത്ത ഇഷ്ടമാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ കലാകാരന്മാരിലെ സിനിമാ താരങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടുകാരെ പോലെയാണല്ലോ. സുരാജ് ചേട്ടൻ ഓരോ പിന്നെ നിമിഷവും ഈ പറഞ്ഞതുപോലെ നാട്ടുകാരെ ചേർത്ത് പിടിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ശബരി ഈ നാട്ടിൽ നിന്നാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പാട്ട് കേൾക്കണം. അതിനെ കുറിച്ചാണ് പറയുന്നത്. വേണ്ടേ? നമുക്ക് ചെറിയ തിരക്കിനിടയിലുള്ള വിധപ്പെട്ട സമയത്തിലാണ് ഇവിടെ നമ്മൾ വന്ന് നിൽക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരു പെട്ടിയുണ്ട്, മറക്കണ്ട. ഒരു ഗംഭീരമായിട്ടുള്ള സമ്മാനത്തിന്റെ ഓഫറാണ്. ഒന്നല്ല, ഒന്നിലേറെ ഓഫറുകൾ ഇന്നേ ദിവസം ഇനാഗുറേഷന്റെ ഡേയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മിസ് ചെയ്ത് കൂടാത്ത ഓഫറുകൾ നിങ്ങളൊക്കെയും തേടി പിടിച്ചിട്ട് വേണം ഇന്നത്തെ ദിവസം തിരിച്ച് മടങ്ങി പോകാനായിട്ട്. രാത്രി